ചെയ്യാന്ന് ചോദിച്ചു. ഫസക്കത്തു, അവർ മിണ്ടാതിരുന്നു. പിന്നെ ചോദിച്ചു, ഞാൻ തെറ്റായ നടപടികളിലേക്ക് നീക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ തീരുമാനങ്ങളും രീതികളും തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അലി പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് തൗബ ആവശ്യപ്പെടും. നിങ്ങൾ തൗബ ചെയ്യണം. ഞങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് പറയാ, നിങ്ങൾ തൗബ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടും. ഫൈൻ തുബ്ത ഖബിൽനാക, തൗബ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾ എന്തെങ്കിലും തെറ്റായ മാർഗത്തിലേക്ക് പോയാൽ നിങ്ങളോട് ഞങ്ങൾ തൗബ ചെയ്യാൻ പറയും. നിങ്ങൾ തൗബ ചെയ്താൽ ഞങ്ങൾ സ്വീകരിക്കും. വ ഇല്ല, ഉമറിനോട് പറയാ, അലി പറയാ, ഖലീഫയോട് പറയാ, വ ഇല്ല, നിങ്ങൾ തൗബ ചെയ്തില്ലെങ്കിലോ നിങ്ങൾ ആ രണ്ട് കണ്ണും ഫിറ്റ് ചെയ്ത സാധനം ഞങ്ങളുടെ എടുക്കും. നിങ്ങൾ ആ രണ്ട് കണ്ണും ഫിറ്റ് ചെയ്ത ആ സാധനം ഞങ്ങളുടെ എടുക്കും. ഏതാണ്? നിങ്ങള് നല്ലത് ചെയ്താൽ, തെറ്റ് ചെയ്താൽ ഞങ്ങൾ തൗബ ചെയ്യാൻ പറയും. തൗബ ചെയ്തിട്ടില്ലെങ്കിലോ, തൗബ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ വിടും, സാരല്ല. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ രണ്ട് കണ്ണും ഫിറ്റ് ചെയ്ത ആ സാധനം ഞങ്ങൾ എടുക്കും. അതേടാ? തല മുറിച്ചിനെടുക്കും. അൽഹംദുലില്ലാഹ് الذي جعل في هذه الأمة من إذا وجدنا أقام إذا ഇന്റെ സമുദായത്തിലെ ഇന്റെ ഭരണത്തിന്റെ കീഴിൽ ഞാൻ പേച്ചാൽ നന്നാക്കുന്ന ആളുകളെ നിലനിർത്തി തന്ന പടച്ചവനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞ് കരഞ്ഞു സയ്യിദുനാ ഉമർ റളിയല്ലാഹു. ഒരിക്കൽ മുഹമ്മദ് ബിൻ മസ്ലമ എന്നൊരു കർഷകനെ കണ്ടു. അയാൾ ചോദിച്ചു, കൈഫ തറാ ഖിലാഫത്തിന്റെ ഭരണം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, റൂഹുൽ ബൈത്ത്, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. നല്ല രസമുണ്ട്. ഒരു പഴയ കാലത്തെ ഒരു കൂട്ടുകാരനാണ് മുഹമ്മദ് ബിൻ മസ്ലമ, ഒരു കർഷകനാണ്. മദീന അങ്ങാടിയിൽ നിന്ന് കണ്ടപ്പോൾ ചോദിച്ചു, കൈഫ തറാ ഖിലാഫത്തിന്റെ ഭരണം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, റൂഹുൽ ബൈത്ത്, എന്നാൽ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ഈ സാധാരണക്കാരൻ അങ്ങനെ അയാളെ കൂടെ അയാളെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിന്റെ മുൻഭാഗത്ത് പിന്നെ പ്രധാന മുറിയിൽ ഉമർ ഇബ്നുൽ ഖത്താബിനെ ഇരുത്തിയിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് അയാൾ കയറി. എന്നിട്ട് ഒരു കല്ലും ഒരു വാളും കൊണ്ടുവന്നു. ഈ പ്രധാന മുറിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഇരിക്കുന്നിടത്തേക്ക് ഈ വാളും ഈ കല്ലും കൊണ്ടുവന്നിട്ട് അയാൾ ഇതിങ്ങനെ എങ്ങനെയാണ് അണച്ചങ്ങോട്ട് മൂർച്ചപ്പിടിച്ച് നല്ല മൂർച്ചയാക്കി. അതങ്ങോട്ട് ഉഷാറായി നല്ല പ്രശോഭിച്ച വാളായപ്പോൾ ആ വാളിങ്ങനെ ഉയർത്തി കാണിച്ചു. എന്റെ ഭരണം എങ്ങനെയുണ്ട് എന്നായിരുന്നല്ലോ ഉമറേ നീ ഞങ്ങളോട് ചോദിച്ചത്. ലൗ കാന മിസ്ലു ഹാദാ യുബാഉ ഫിസ്സൂഖ് കൈഫ തഅദിലു അനിൽ ഹഖ് ഇബ്നുൽ ഖത്താബ്. ഈ ജാതി സാധനം അങ്ങാടിയിൽ വിൽക്കപ്പെടുമെങ്കിൽ നിന്റെ ഭരണം മോശമാകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഈ ജാതി സാധനം അങ്ങാടിയിൽ വിൽക്കുമെങ്കിൽ നിന്റെ ഭരണം മോശമാവൂല എന്ന് പറഞ്ഞു മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു. എന്താ വേന നിങ്ങൾ ഇവിടെ ഇല്ല. ഈ ജാതി സാധനം, അതായത് ഇങ്ങനത്തെ വാള് അങ്ങാടിയിൽ വിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ ഭരണം മോശമായാൽ തലയങ്ങൾ എടുക്കും. ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? ഇന്നിപ്പോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് പോലും പറയാൻ കഴിയാത്ത വാക്കാണത്. ഇത് ആരോടെ പറയുക? ഇനി അതിനേക്കാൾ വലിയ രസം, ഇത് അന്ന് അവർ പറഞ്ഞിരുന്ന മണ്ണിൽ ഇന്ന് എന്തൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ദുനിയാവിന്റെ പുറത്തേക്ക് വരില്ല. അതാ ഇന്ന് മുസ്ലിം രാജ്യങ്ങൾ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിച്ചു എന്നുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം നിഹനിക്കുന്ന ഒരു ജനതക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വിമർശനത്തെ ഒരാൾ ഭയപ്പെട്ടാൽ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വിമർശനത്തെ ഒരു ജനത ഭയപ്പെട്ടാൽ മുന്നോട്ട് പോവുകയില്ല. ഒരാൾ വിമർശനത്തെ ഇഷ്ടപ്പെടണം, അയാൾ എപ്പോഴും ഒരു നാക്കിനെ ഇഷ്ടപ്പെടണം. അയാളെ കുറിച്ച് അഭിപ്രായക്കേട് പറഞ്ഞാൽ ഒരു വിഷമം അയാൾക്ക് തോന്നാൻ പാടില്ല എന്ന്. വൃക്ഷച്ചുവട്ടിൽ കൈസർ രാജാവ് ആളെ പറഞ്ഞയച്ചു. റോമിന്റെ ഭരണാധികാരി ആളെ പറഞ്ഞയച്ചു. റസൂലൻ ഫദഖലൽ മദീന. അയാൾ മദീനയിൽ വന്നു. ഐനൽ മലിക്കുങ്ങളെ രാജാവ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മാലനാ മലിക്കും ബൽ അമീർ, ഞങ്ങൾക്ക് രാജാവില്ല, ഞങ്ങൾക്ക് നേതാവ് മാത്രമാണ്. പുറത്തേക്ക് പോയിട്ടുണ്ട്. വെയിലിൽ കിടന്നുറങ്ങ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. മണലിന്റെ പുറത്ത്, പൂഴി മണലിന്റെ പുറത്തുറങ്ങുകയാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ മണലാകെ നനഞ്ഞിട്ടുണ്ട്, വിയർപ്പിങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഈ ഒരു ഇതാണ് ഇവിടെ ഭരണരീതി. എവിടുന്ന് പഠിച്ചു? ഹബീബായ നബിയിൽ നിന്ന്.
ജനങ്ങളുടെ ഭക്ഷണത്തിൽ കൈയിട്ട് വാരാത, ജനങ്ങളെ സുഖത്തിൽ കൈയിട്ട് വാരാത്ത ഒരു ജീവനെ ആര് പഠിച്ചു? സയ്യിദ്നാ ഉമർ, സയ്യിദ്നാ സിദ്ദീഖ്. എവിടുന്ന് പഠിച്ചു? മിൻ ഹബീബില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സൂറത്തു തകാസുറിലെ അവസാനത്തെ ആയത്തിറങ്ങാനുള്ള കാരണം ഏതാ? സൂറത്തു തകാസുറിലെ അവസാനത്തെ ആയത്ത് സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. എന്താണ് ആയത്തിറങ്ങാൻ കാരണം? ഒരു രാത്രി ഹബീബായ റസൂലുള്ളാഹി വീട്ടിൽ പോയി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറങ്ങാൻ തിരിഞ്ഞും പറഞ്ഞു വിശപ്പുകൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി ഒന്നും റസൂലുള്ളാഹി കിട്ടിയിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എണീറ്റു, പള്ളിയിൽ വന്നിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടില്ല, രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിറങ്ങാനുള്ള കാരണം ഏതായത്ത്? ഉറക്കെ പറ, ഏതായത്ത്? സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. ഈ ആയത്തിറങ്ങാനുള്ള കാരണം പറയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി പള്ളിയിൽ ഇങ്ങനെ വന്നിരുന്നു. കുറച്ചായപ്പോൾ ഇരുട്ടിലൂടെ ഒരാൾ കയറി വന്നു. റസൂലുള്ളാഹി പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരാൾ ഇങ്ങനെ കയറി വന്നു റസൂലുള്ളാഹിന്റെ അടുത്ത്. ഫൈലമ്മ അഖ്ബല, മുന്നിട്ട് വല്ലാതെ വന്നപ്പോൾ ആളെ മനസ്സിലായി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഫൈദാ ഹുവ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പള്ളിയുടെ ഒരു മൂലയിൽ പോയി സിദ്ദീഖുൽ അക്ബർ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാളും കൂടെ വന്നു. ഇരുട്ടിലൂടെ വേറൊരാൾ കൂടെ വന്നു. ഈ രണ്ടാളെ റസൂലുള്ളാഹിനെ സിദ്ദീഖിനെ അടുത്തേക്ക് വന്നു. അസ്സലാമു അലൈക്കും വന്നു. അടുത്ത മൂലയിൽ അയാളും ഇരുന്നു. രണ്ടാളപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ആണ് റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടാളും ഇരുന്നു. അപ്പോൾ ഫഖാമ റസൂലുള്ളാഹി എണീറ്റു. രണ്ടാളെ അടുത്തേക്ക് ചെന്നിട്ട് നബി ചോദിച്ചു, മല്ലദീ അഖ്റജകുമാ മിൻ ബൈതികുമാ ഹാദിഹി സാ. വീട്ടിൽ കിടന്നുറങ്ങണ്ട ഈ നട്ടപ്പാതിരക്ക് എന്തിനാ ഇറങ്ങി വന്നത് വീട്ടിൽ നിന്ന്? മദീനയിലെ അനുഭവമാണ് ഈ പറയുന്നത്. ഏതാണ് ഇവരെന്നോ? മക്കയിലെ രാജാക്കന്മാരാണ്. 40,000 സ്വർണ്ണ നാണയം ആ വാർഷിക വരുമാനമുള്ള ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. അതിനേക്കാൾ വരുമാനമുള്ള ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. നാടൊക്കെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് വന്നതാണ്. രണ്ടാളും പള്ളിയിൽ വന്നിരുന്നപ്പോൾ, നട്ടപ്പാതിരക്ക് വന്നിരുന്നപ്പോൾ ഹബീബായ നബി ചോദിച്ചു, ഇത് പള്ളിയിൽ വരേണ്ട നേരമല്ലല്ലോ, എന്തിനാണ് ഈ നേരത്ത് പള്ളിയിൽ വന്നത്? രണ്ടാളും ഒച്ചത്തിൽ പറഞ്ഞു പോയി, അൽജൂ യാ റസൂലല്ലാഹ്, നബിയെ വിശപ്പ് തന്നെ, ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയെ. മുസ്തഫ നബിയോട് റസൂലുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. എനിക്കൊന്നും വിശപ്പാണ്, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. കോമു എണീക്കുന്നു. ഞാനും കഴിച്ചിട്ടില്ല. എന്തിനാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പോന്നത്? നട്ടപ്പാതിരക്ക് എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നബിയെ ഭക്ഷണം കിട്ടിയിട്ടില്ല, വിശന്നിട്ട് ഉറങ്ങാൻ കഴിയണില്ല നബിയെ, അതുകൊണ്ട് പോന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി ഉടനെ പറഞ്ഞു, അഖ്റജനി അല്ലദീ അഖ്റജകുമാ മിൻ ബൈതികുമാ. നിങ്ങൾ എന്തിനാണോ പോന്നത് അതിന് തന്നെയാണ് ഞാനും പോന്നത്. എനിക്കും ഭക്ഷണമില്ല, എനിക്കും വിശന്നിട്ട് പോന്നതാകുന്നു. ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും വിത്തിനടുത്ത് വെച്ച കാരക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങി കഴിക്കാം. പോവാറും എണീക്കണം. രണ്ടാളും എണീറ്റു. മൂന്നാളും എണീറ്റു. അങ്ങനെ ഇരുട്ടിലൂടെ മൂന്നാളും അങ്ങനെ നടന്ന്